ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സൈക്കോളജിയിലെ ഒരു ഭാഗമാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇച്ഛാഭംഗം, പിന്നെ ആങ്സൈറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആകെ 2-3 ടോപ്പിക്കും കൂടിയുള്ളൂ സൈക്കോളജി തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ടെലിഗ്രാമിൽ കുറേയൊക്കെ സൈക്കോളജി ക്ലാസ്സൊക്കെ ഞാൻ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക് വേണ്ടവർക്ക്, ടെലിഗ്രാമിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാവേ. പിന്നെ എൻ്റെ സൗണ്ടിന് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ജലദോഷവും പനിയൊക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇച്ഛാഭംഗം. എന്താണ് ഇച്ഛാഭംഗം എന്ന് പറയുന്നത്? ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക നൈരാശ്യത്തിനെയാണ് നമ്മൾ ഇച്ഛാഭംഗം എന്ന് വിളിക്കുന്നത്. നമുക്ക് മാനസികമായിട്ടൊരു സങ്കടം, നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതിനെയാണ് നമുക്ക് ഇച്ഛാഭംഗം എന്ന് പറയുന്നത്. ോ ആശങ്കാജനകമായതോ ആയ ഒരു സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ലെന്ന തോന്നൽ ഇച്ഛാഭംഗത്തിലേക്ക് നയിക്കും. അപ്പോൾ എന്താണ്, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, ആ ഒരു സമയത്ത് അയാൾക്ക് എന്താണ് അതിനെ മറികടക്കാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നൽ എന്ത് ചെയ്യിക്കും, അയാൾക്ക് ഒരു സങ്കടത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ആ ഇച്ഛാഭംഗത്തിലേക്ക് നയിക്കും. ലക്ഷ്യോന്മുഖ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുമ്പോഴാണ് ഇച്ഛാഭംഗം സംഭവിക്കുന്നത്. എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു എയിം ഉണ്ട്, പക്ഷെ അതെന്താണ്, അയാൾക്ക് ആ എയിമിലേക്ക് അടുക്കാൻ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരികയാണ്. അപ്പോഴാണ് അയാൾക്ക് എന്താണ് അതിനോടൊരു ഇച്ഛാഭംഗം വരുന്നതിന്, അതിനോടൊരു സങ്കടവും ഒരു നൈരാശ്യമൊക്കെ അയാൾക്ക് തോന്നുന്നത്. പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ എന്നിവ ഇച്ഛാഭംഗത്തിന് കാരണമാകാം. അപ്പോൾ ഇച്ഛാഭംഗത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പാരിസ്ഥിതിക തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, സാമൂഹികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, വ്യക്തിപരമായിട്ടുള്ള കുറേ പോരായ്മകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇത് തന്നെയാണ് ഇച്ഛാഭംഗത്തിനുള്ള കാരണങ്ങളാണ്. അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ ഇവയെല്ലാം ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്രയൊന്ന് നോട്ട് ചെയ്തേക്കണേ, കാരണം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ ഇതെല്ലാം എന്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെയായിരുന്നു? ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ എന്നിവയെല്ലാം. ശരിയായ അഭിപ്രേരണയും പരിഗണനയും ഒരു പരിധിവരെ ഇച്ഛാഭംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സഹായിക്കും. നോക്കൂ, മാനസിക സമ്മർദ്ദം. മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. നമുക്കെന്താണ്, നമ്മളോട് തന്നെ നമ്മളെന്താണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെന്താണ്, ആ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് മൂലം നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ എന്താണ്, അതുകൊണ്ടുള്ള നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് അല്ലേ. ഒരു വ്യക്തിയിൽ ഒരേ സമയം വിരുദ്ധങ്ങളായ 2 ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പിരിമുറുക്കവും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. എന്താണ്, ഒരാളിൽ ഒരേ സമയം 2 ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ട് പോകണമെന്നായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്നായിരിക്കും. 2 കാരണങ്ങൾ അയാളുടെ ഉള്ളിൽ കിടന്നിട്ട് അയാളോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തായിരിക്കും? അതും പിരിമുറുക്കം. ആ ഒരു തോന്നൽ മൂലമുണ്ടാകുന്ന ആ 2 ആഗ്രഹം മൂലമുണ്ടാകുന്ന പിരിമുറുക്കം എന്തിനു വഴിവെക്കും? മാനസിക സമ്മർദ്ദത്തിന് വഴിവെക്കും. ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലുണ്ടാകുന്ന പോരായ്മകൾ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കും. എന്താണ്, ഒരു വ്യക്തിയും അയാളുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ അതിലുണ്ടാകുന്ന പോരായ്മകൾ ഒരാളെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം. മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാനസികമായ സംഘട്ടനം എന്ന് പറയുന്നത്. ഒരാൾ അയാളുടെ മനസ്സിനോട് അയാളോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അവിടെ സംഘട്ടനം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് പോവാം എന്ന് നമ്മൾ വിചാരിക്കും, അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ പോകണ്ട എന്നുള്ള ഒരുപാട് കാരണങ്ങൾ വരും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? പോകാനായിരിക്കും ആഗ്രഹം. പക്ഷേ നമ്മൾ തന്നെ ഒരുപാട് കാരണങ്ങൾ പോകണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. PSC പഠിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരും. ആ PSC പഠിക്കാം എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഇരിക്കുക. എന്ത് സമയം ഒന്നും നോക്കരുത്. എപ്പോൾ ഇരിക്കാൻ തോന്നുന്നോ, എപ്പോൾ പഠിക്കാൻ തോന്നുന്നോ അപ്പോൾ പഠിക്കുക. പക്ഷേ പഠിക്കാൻ നമ്മൾ ചെന്ന് ബുക്ക് എടുത്ത് മൊബൈലൊക്കെ എടുത്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ മനസ്സ് എന്നാൽ കുറച്ച് നേരം മൊബൈൽ നോക്കാം, എന്നാൽ കുറച്ച് നേരം വല്ല മൊബൈലിൽ വല്ല കറണ്ട് അഫെയർ ക്ലാസ് എന്തെങ്കിലും കാണാം. ആ കറണ്ട് അഫെയർ ക്ലാസ് കുറച്ച് കാണും, പിന്നെ എന്തെങ്കിലും റീലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ കാണും. ഇതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. നമുക്കൊരു ആഗ്രഹം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന് എന്ത് ചെയ്യും? ആ ലക്ഷ്യത്തിനോട് നമ്മൾ അടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യരുത്. നമുക്കത് കിട്ടും. ഇപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് മോൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നത്.
അപ്പോൾ പിന്നെ അത് മനസ്സിനെ വല്ലാണ്ട് അങ്ങ് സ്വാധീനിച്ച് പോയി, വല്ലാണ്ട് നമ്മൾ താഴത്തേക്കായിപ്പോയി. അതൊരിക്കലും ഉണ്ടാവരുത്. നമ്മളത് എങ്ങനെ നേടിയെടുക്കും തന്നെ വിചാരിക്കുക, എന്നിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ആ മാനസികമായിട്ടുള്ള പിരിമുറുക്കമൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കമൊക്കെ ഇപ്പോൾ PSC പഠിക്കുന്നവരിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ തേടാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണ്, അത്രയും നല്ല സൗഹൃദമുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക. അത്രയും നല്ല അടുപ്പുള്ള ആൾക്കാരോട്, അല്ലാത്തവരോട് പറഞ്ഞാൽ അവർക്ക് വെറും അതെന്തായിരിക്കും, ഒരു എന്താണ്, അവരെ ഒരു കേട്ടിരിക്കാനൊരു കഥ അത്രയും ഉണ്ടാവുള്ളൂ. അത്രയും അടുപ്പുള്ള ആളുകളോടൊക്കെ പറയുക. അപ്പോൾ നമ്മൾ എന്താണ് വിഷയത്തിൽ നിന്ന് തെന്നി മാറി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഇനി മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ എന്താണ്, കുറച്ച് നമ്മളെന്താണ് കുറച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ പുറമേ നിന്ന് നമുക്ക് എന്താണ് കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കും. എന്തൊക്കെയാണത്? ആക്രമണം, ക്ഷീണം, സങ്കടാവസ്ഥ, ഏകാഗ്രതക്കുറവ്, ഓർമ്മക്കുറവ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ പറയുകയാണ് കേട്ടോ, ലൈഫിൽ ഒരു വട്ടം പോലും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു 25, 26, 27 ആ ഏജിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നുകൊണ്ടുപോകും. നമുക്ക് ഈ എന്താണ് ഇച്ഛാഭംഗവും ആങ്സൈറ്റിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നൊരു സമയമാണ് ഈ ഒരു 25, 26, 27 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? നമുക്കെന്താണ്, സങ്കടം വരുന്ന സമയത്ത്, നമുക്കൊരു മാനസിക സമ്മർദ്ദം നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോടോ നമ്മുടെ കുട്ടികളോടോ ചിലപ്പോൾ വെറുതെ നമ്മളെന്താണ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് അങ്ങോട്ട് പ്രിറ്റൻഡ് ചെയ്ത് ചെറിയ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് തള്ളുകയെ അല്ലെങ്കിൽ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു ക്ഷീണം തോന്നും. പിന്നെന്താണ്, സങ്കടാവസ്ഥ വരും, ഒരു ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥ വരും. പിന്നെന്താണ്, ഏകാഗ്രതക്കുറവുണ്ടായിരിക്കും. നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മുഴുവനാക്കാനോ അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധ കൊടുക്കാനോ കഴിയില്ല. പിന്നെന്താണ്, ഓർമ്മക്കുറവ്, ഒരു ബ്രെയിൻ ഫോഗ് പോലെ നമുക്ക് വരും. നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനാണോ പോയത്, നമ്മൾ അവിടെ ഇത്തിരി എന്തിനപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ്? നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന കാണുമ്പോഴുള്ള സിംറ്റംസ് ആണ് കേട്ടോ. പക്ഷേ ഇത് കാണുന്ന എല്ലായ്പ്പോഴും മാനസിക സമ്മർദ്ദമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്താണ് ഒരു ടെൻഷനോ ഒരു കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ അത് കൂടി എന്ത് ചെയ്യും, നമുക്കതൊരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കത്തിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ എന്താണ്, അത് കൂടി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സിംറ്റംസൊക്കെ പ്രകടമാക്കുക കേട്ടോ. ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തേക്ക് കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അനാരോഗ്യമായ പെരുമാറ്റത്തിന് ഇത് കാരണമായേക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ മാനസിക ആരോഗ്യം കൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതെന്താണ്, അതിനെ വല്ലാണ്ട് മാനസികാരോഗ്യത്തെ വല്ലാണ്ട് എന്താണ് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. സ്ട്രെസ് ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ PSC പഠിക്കുന്ന വീട്ടമ്മമാരിൽ ഒരുപാട് സ്ട്രെസ് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതെന്താണ്, അത് നമ്മുടെ ആരോഗ്യത്തെ എന്താണ് വളരെയധികം ഭയങ്കര ബാഡായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനോ അവരോട് നല്ല രീതിയിൽ പെരുമാറാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ് തന്നെയാണ് കേട്ടോ. ചിലവർക്ക് ഇപ്പം ഞാനത് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികളെ അങ്ങനെ നമ്മൾ ഇതിൽ കാണുന്നതാണ് അല്ലേ, ഡെയിലി വാർത്തകളിലൊക്കെ കാണുന്നതാണ്. ഒരുപാട് അങ്ങനെ നവജാത ശിശുവിനെ അങ്ങനെ ഒക്കെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും പറയണം, അതൊക്കെ ചെയ്തു എന്ന് പറയാം. അപ്പോൾ അത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥേനെ ഒരുപാട് കുറ്റം പറയും. പക്ഷെ അങ്ങനെ അല്ലാണ്ട് സംഭവിക്കുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ അല്ലാണ്ട് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുക. അതൊക്കെ ഈ ഒരുപാട് സ്ട്രെസ് മൂലം വരുന്നവരാണ്. അല്ലാതെയും ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവരിൽ മാത്രമല്ല, അല്ലാണ്ടെയും ഈ പഠിക്കുന്ന കുട്ടികളിലും ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പാരൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറച്ച് സിംറ്റംസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 10th, +1, +2 അതുപോലുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ കേട്ടോ. അങ്ങനെയെന്നല്ല, അതല്ലാണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുക. ഈവൻ നമ്മുടെ ഹസ്ബൻഡിനോടാണെങ്കിലും
എന്താണ് ഇങ്ങനെ ഒരു സിംറ്റംസ് അവർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വർക്ക് പ്രഷറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാണ്? നമ്മൾ അങ്ങനെ ഒരു തസ്തികയിലേക്കാണ് നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു പ്രതിയുടെ മാനസികാവസ്ഥ ഏതെല്ലാം രീതിയിൽ കൂടെ കടന്നു പോകും, അങ്ങനെയാണ് അയാൾ എന്താണ് ഒരു കുറ്റം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാട്ടോ ഇതൊക്കെ പറയുന്നത്. നമ്മളിതൊക്കെ പഠിക്കുന്നത് സൈക്കോളജിയിൽ. അങ്ങനെ കാർഡ് പറഞ്ഞു പോവും, അത് നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ എന്താണ് സ്ട്രെസ്സ് നമുക്ക് എന്താണ് ഒരു അനാരോഗ്യമായിട്ടുള്ളൊരു പെരുമാറ്റത്തിന് കാരണമാവും. ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘടനകൾ തീക്ഷ്ണമായിരിക്കും. ഈ സംഘടനത്തിൽ വ്യക്തികൾ കാര്യക്ഷമത കാട്ടാതെ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. എന്താണ് ചില മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, അവർക്കുള്ളിൽ നടക്കുന്ന ഈ സംഘടനകൾ അവരെ കൊണ്ട് തന്നെ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ വ്യക്തികൾ എന്തായിരിക്കും ഒട്ടും ഒന്നും ചിന്തിക്കാതെ വളരെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിരിക്കും, എന്താണ് അവിടെ പ്രശ്നമുണ്ടെന്ന് അതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്യും. അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സമ്മർദ്ദത്തിൻ്റെ കാരണം അറിയുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അയാളെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് തന്നെ റിലീഫ് ആയതുപോലെ തോന്നും. അപ്പം എന്താണ് അതിൻ്റെ കാരണം അറിയണം. അപ്പോൾ തുറന്ന് സംസാരിച്ചാലാണ് കാരണം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തുറന്ന് സംസാരിക്കുക. പിന്നെന്താണ്, വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക. ഹോബികൾ കണ്ടെത്തുക. യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം. ഇത്രയാണ് കേട്ടോ ഇതിന് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളെ തന്നെ നമുക്ക് ആ മാനസിക സമ്മർദ്ദമാണ്, നമുക്കതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നവർക്കാണ് വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ ശ്രമിക്കാൻ പറ്റുക കേട്ടോ. പിന്നെ അതിന്ന് ഇത്തിരിയൊക്കെ റിക്കവറായി വരുന്നവർക്ക് ഹോബികൾ ഇനി അതിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹോബികൾ കണ്ടെത്താം. പിന്നെന്താണ്, യോഗ. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഒന്നും വേണ്ട, യോഗയൊന്നും ചെയ്തില്ല എന്നെങ്കിലും രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാമൊക്കെ ചെയ്തിട്ട് ഒന്ന് നടക്കാൻ പോവേ. രാവിലെ കുറച്ച് നേരം മറ്റുള്ളവരുടെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ആരെയും ഒന്നിനെ ആശ്രയിക്കേണ്ട, നമ്മൾ നടന്നു പോവുക. നമ്മൾ കുറച്ച് നേരം അങ്ങനെ നടക്കുക, പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ നടക്കുക, തിരിച്ച് വരിക. അപ്പോൾ തന്നെ നമ്മളൊന്ന് റിലീഫാവും. ആ സമയത്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ മാനസിക സമ്മർദ്ദം വരെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ പറയുന്നതൊന്നും സ്വീകാര്യമായിരിക്കണം എന്നില്ല. ഇനി നോക്കൂ, സമ്മർദ്ദപൂരിതമായ ആധുനിക ജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നയിക്കാൻ പഠിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എവിടെ തിരിഞ്ഞാലും സ്ട്രെസ്സേ ഉള്ളൂ അല്ലേ, എവിടെ തിരിഞ്ഞാലും സ്ട്രെസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലി നയിക്കാൻ പഠിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് ചിലവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറയണ കേട്ടോ, ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനസ്സിനെ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുക. PSC ഒക്കെ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നല്ല രീതിയിൽ പഠിക്കുക. ഒട്ടും പിന്നിക്ക് പോകാണ്ടിരിക്കുക. മടുപ്പ് തോന്നാണ്ടിരിക്കട്ടെ ആർക്കും. പഠിച്ച് അങ്ങനെ മടുപ്പ് തോന്നാണ്ടിരിക്കട്ടെ. നമ്മൾ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ജോലി ഇരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇതുമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഉത്കണ്ഠ. എന്താണത്? ആങ്സൈറ്റി അല്ലേ. സംഭവിക്കാൻ സാധ്യതയുള്ള 2 അഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ച് ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണത്. നമുക്ക് ഇത് ഇങ്ങനെ സംഭവിക്കും, അപ്പം തന്നെ നമുക്ക് തോന്നും ഇല്ല അത് അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുക. ഇങ്ങനെയുള്ളൊരു ഒരു ചിന്ത നമ്മളിങ്ങനെ വരികയാണ്, അങ്ങനെയാവും ഇങ്ങനെയാവും. അത് രണ്ടും നമ്മൾ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥേനെയാണ് എന്താന്ന് പറയുന്നത്, ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഇനി വരുമോ വരില്ലേ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാണ്ട് വരുമോ, അവരെന്നെ കൂട്ടാണ്ടിരിക്കുകയോ, അങ്ങനെ ഒരു തരം നമ്മൾ തന്നെ നമ്മളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ തന്നെ വല്ലാണ്ട് കുഴപ്പിക്കുന്നൊരവസ്ഥയാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന നിസ്സഹായ അവസ്ഥയാണ്. അയാൾക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയില്ല. ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അയാളെങ്ങനെ ലൈഫ് വെച്ച് മുന്നോട്ട് പോകും അല്ലേ. ഇനി നോക്കൂ, അതിൻ്റെ കുറച്ച്
സിംറ്റംസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷാദഭാവം, മനോനിലയിലെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം തുടങ്ങിയവയാണ് ഈ ആൻസൈറ്റി ഉള്ളവരുടെ പ്രകടിത രൂപങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു വിഷാദഭാവമായിരിക്കും. പിന്നെ എന്താണ്? അവരുടെ മനോനില അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ്? അവർക്ക് ഉറക്കമുണ്ടാവില്ല. പിന്നെന്താണ്? പെട്ടെന്ന് എടുത്തടിച്ച പോലെ അവർക്ക് ദേഷ്യം വരും. പിന്നെന്താണ്? മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടൊക്കെ എന്തായിരിക്കും? അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത തരത്തിൽ അവർ നമ്മളോട് തിരിച്ച് റിയാക്ട് ചെയ്തു എന്നൊക്കെ വരും. ഇതൊക്കെ എന്താണ്? ഈ ആങ്സൈറ്റി ഉള്ളവരുടെ ഒരു സിംറ്റമാണ് കേട്ടോ. ഇതൊക്കെയുള്ള എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. ഇനി നോക്കൂ, ഭയം, അസ്വസ്ഥത എന്നിവയാണ് ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ. അപ്പോൾ ഭയവും അസ്വസ്ഥതയും ഉണ്ടാവും. അതങ്ങനെ നടക്കും, അങ്ങനെ നടക്കുമോ, അപ്പോൾ അതൊരു ഭയം. ഇനി അങ്ങനെ നടക്കില്ലേ, അങ്ങനെ നടക്കുമോ, ഒരു അസ്വസ്ഥത, എന്താവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ, ആകാംക്ഷയല്ല, എന്താവും എന്നറിയാനുള്ള ഒരു ത്വര, അതാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വലിക്കുകയാണ്. ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് അസുഖങ്ങൾക്കും അപസമായോജനത്തിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഉത്കണ്ഠ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ വരും. ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് പാനിക് ഡിസോർഡർ, ഫോബിയകൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഈ ആങ്സൈറ്റി ഇങ്ങനെ കൂടുന്നത് പോലെ എന്താണ്? നമുക്ക് ചിലപ്പോൾ പാനിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ്? ചിലതരം ഫോബിയകളൊക്കെ ഉണ്ടാകാനുള്ള കാരണമായേക്കാം. ഉത്കണ്ഠ ഉള്ളവരിൽ അമിതമായ ക്ഷീണം, ക്ഷോഭം, പാനിക് ആക്രമണങ്ങൾ, പിന്നെന്താണ്? ഭ്രമാത്മകത, ഏകാഗ്രതയില്ലായ്മ, വിശ്രമമില്ലായ്മ, ഉറക്ക അസ്വസ്ഥതകൾ, വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. അപ്പോൾ എന്താണ്? അവർ ഈ ആങ്സൈറ്റി കൂടുതലുള്ളവരിൽ എന്താണ്? അമിതമായിട്ടുള്ള ക്ഷീണമുണ്ടായിരിക്കും. പിന്നെന്താണ്? അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ അവർ ചെറുതായിട്ട് പെട്ടെന്ന് ആക്രമിക്കും. പിന്നെന്താണ്? അവരെ ഒരു സാങ്കല്പിക ലോകത്തിലായിരിക്കും. അവരങ്ങനെ ചിന്തിച്ച് കൂട്ടും, അങ്ങനെ ആയിരിക്കും, അങ്ങനെ അവരെന്താണ്? അവരെ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ച് അവരുടേതായിട്ടുള്ള ഇതിലിരിക്കും. പിന്നെന്താണ്? ഏകാഗ്രത, അവർക്കൊരു കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിന് അവർക്ക് എന്താണ്? ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല. പിന്നെ അവർക്ക് എന്താണ്? വിശ്രമം ഉണ്ടാവില്ല. പിന്നെന്താണ്? ഉറക്ക അസ്വസ്ഥതകൾ ഉണ്ടാവും, ഉറങ്ങാൻ അവർക്ക് കഴിയില്ല. ഇതൊക്കെ എന്താണ്? വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. വൈകാരികമായിട്ടുള്ള ആങ്സൈറ്റികളും എന്താണ്? ഇവരിൽ കണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് ഈ ആങ്സൈറ്റി ഉള്ളവരുടെ സിംറ്റംസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തും. ശരിയാണ് അല്ലേ? ഈ ആങ്സൈറ്റി ഉള്ള ഒരാൾ എന്തായിരിക്കും? മറ്റുള്ളവർക്കും എന്താണ്? ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കും. അയാളും സ്വയമേ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്നു. അയാൾ എന്താണ്? സെൽഫായിട്ട് അയാളെ തന്നെ ഒറ്റപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. വൈകാരികമായും ശാരീരികമായും മാനസികമായും തളർച്ചയിലേക്ക് നയിക്കും. നമുക്കെന്താണ്? ഇങ്ങനെ ഒരു സംഭവം, ഒരു ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി വീക്കായിരിക്കും. നമ്മൾ ആ മെൻ്റലി വീക്ക് ആയതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? നമ്മൾ ബോഡി ഓട്ടോമാറ്റിക്കലി വീക്കായി പോവും അല്ലേ? പിന്നെന്താണ്? നമ്മുടെ എന്താണ്? ഇമോഷൻസും എല്ലാം വീക്കായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ നോക്കാം. എന്തൊക്കെയാണ്? ബിഹേവിയറൽ തെറാപ്പി, മെഡിറ്റേഷൻ, വ്യായാമം ചെയ്യൽ, വായന, സാമൂഹികവത്കരണം, ആത്മീയത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങളിൽ പെടുന്നത് ഏത്, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിരിക്കണേ. അക്കാദമികേതര പ്രവർത്തനങ്ങളിലൂടെയും സ്വതന്ത്രമായി ഇടപെടുവാനുള്ള സാഹചര്യങ്ങളിലൂടെയും ആങ്സൈറ്റി ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്? ഓരോരോ പറഞ്ഞില്ലേ, ചിലപ്പോൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനൊക്കെ ശ്രമിച്ചിട്ട് എന്താണ്? മറ്റുള്ളവരോട് നല്ല ഫ്രീ ആയിട്ട് എന്താണ്? ബിഹേവ് ചെയ്യുന്നത്, ഇടപഴകുന്നതിലൂടെയൊക്കെ എന്താണ്? നമുക്ക് ആങ്സൈറ്റി ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നോക്കൂ, വ്യക്തിയും സമൂഹവും. സമൂഹത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണ്യങ്ങളും ആർജിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത് അല്ലേ? സാമൂഹ്യ വികാസം എന്നാൽ സാമൂഹ്യ വ്യവഹാരത്തിൻ്റെ വികാസമാണ്. സമൂഹത്തിനിണങ്ങുന്ന വിധത്തിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഇതിനെ സാമൂഹീകരണം എന്നും പറയാം. ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതിയിട്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതിയേ.
ഓരോ വ്യക്തിയിലും അഭിലഷണീയമായ രീതിയിൽ സാമൂഹ്യ വികാസം നടക്കുമ്പോഴാണ് സമൂഹത്തിനിണങ്ങുന്ന വിധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്. നിരന്തരവും സ്വാഭാവികവുമായ പ്രക്രിയയിലൂടെ സാമൂഹ്യ വികാസം നടക്കും. വ്യക്തിയുടെ സാമൂഹിക വികാസത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? കുടുംബമുണ്ടായിരിക്കും, വിദ്യാലയം, സമൂഹം, സമവയസംഘങ്ങൾ, വർത്തമാന മാധ്യമങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഒരു വ്യക്തിയുടെ സാമൂഹിക വികാസത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുടുംബം ഒരു ഘടകമാണ്, വിദ്യാലയം അതെ, സമൂഹം സമവയസംഘങ്ങൾ, വർത്തമാന മാധ്യമങ്ങൾ. അപ്പോൾ ഇത്രയും ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. ശൈശവത്തിലെ സാമൂഹ്യ വികസനം. ജനന സമയത്തെ വ്യവഹാരം സാമൂഹിക പൂർവ്വ വ്യവഹാരം എന്നാണ് അറിയപ്പെടുന്നത്. ജനന സമയത്തെ വ്യവഹാരം എന്താണ്? സാമൂഹിക പൂർവ്വ വ്യവഹാരം എന്നാണ് അറിയപ്പെടുന്നത്. 1 മാസം പ്രായമാകുമ്പോൾ ചുറ്റുമുള്ള മുതിർന്ന വ്യക്തികളുടെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സാമൂഹിക വ്യവഹാരം ആരംഭിക്കുന്നു. ഇത് പറഞ്ഞത് ആരാണ്? ഷേർലി ആണ് കേട്ടോ. ഈ ഷേർലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റാണ്. സാമൂഹിക പ്രകൃതി വികാസഘട്ടങ്ങളൊക്കെ നിർദ്ദേശിച്ച ഒരു സൈക്കോളജിസ്റ്റാണ് ഷേർലി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പറഞ്ഞത് സാമൂഹിക പ്രവൃത്തി വികാസഘട്ടത്തെക്കുറിച്ച് നിർദ്ദേശിച്ചത് ആരാണ്? ഷേർലി എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് കേട്ടോ. ഓർത്തിരിക്കണേ. ഇവർ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ പ്രീ സോഷ്യൽ ബിഹേവിയർ. ഈ ജനന സമയത്ത് ആരംഭിച്ചിട്ട് ആദ്യ മാസങ്ങളിൽ കാണപ്പെടുന്ന ഈ വ്യവഹാരത്തെയാണ് പ്രീ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വേറെ ഈ മാതാവിനോടുള്ള പ്രത്യേക ആസക്തി അതൊക്കെ അതൊക്കെ പറഞ്ഞതാരാണ്? ഈ ഷെർലി എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് കേട്ടോ. 2-ാം മാസത്തിൽ കുട്ടി അമ്മയെ തിരിച്ചറിയുന്നു. അനുകരണം, സംഭ്രമം, ലജ്ജ, ശത്രുത, വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അഭിവാജ്ഞ ഒക്കെ ആദ്യകാലത്തെ സാമൂഹ്യ വ്യവഹാര രൂപങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? അനുകരണം, സമ്പർഭം, ലജ്ഞ, ശത്രുത, വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അഭിവാജ്ഞ, ഇതൊക്കെ തന്നെയാണ് ഈ പ്രീ സോഷ്യൽ ബിഹേവിയറിൻ്റെ രൂപങ്ങളാണ് കേട്ടോ. ഇത് നോക്കൂ. ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വികസനം. മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിലും കളികളിലും ഏർപ്പെടാനും പഠിക്കുന്ന ഘട്ടമാണ് ഈ ആദ്യകാല സാമൂഹ്യ വികസനം കേട്ടോ. ബാല്യത്തിലെ വികസനത്തിൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും പഠിക്കുന്ന ഘട്ടമാണത്. 4 വയസ്സാകുന്നത് മുതൽ സഹകരണ മനോഭാവവും സൗഹൃദവും വളരുകയും മുതിർന്നവരുടെ അംഗീകാരം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശരിയാണല്ലോ. നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. 4 വയസ്സ് മുതലാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ നമ്മൾ അംഗൻവാടിയിലൊക്കെ വിടുന്ന സമയമാണ്. അപ്പോൾ മറ്റുള്ളവരോടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും ഒക്കെ പിന്നെ അവർക്ക് എപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേണ്ടി വരും. ഈ അംഗൻവാടിയിലൊക്കെ പോകുന്ന സമയത്ത് കാണാം ഈ കുട്ടികളൊക്കെ എപ്പോഴും ടീച്ചറേ എന്ന് വിളിച്ചിട്ട് തൂങ്ങുന്ന കാണാം അല്ലേ. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ഒരു അറ്റൻഷൻ വേണം. മുതിർന്നവരുടെ ഒരു അറ്റൻഷനും ഒരു അപ്രീസിയേഷനും ഒക്കെ വേണ്ട ഒരു സമയമാണ് ഈ പഠിക്കുന്ന അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് കേട്ടോ അതെന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലെ സാമൂഹ്യ വ്യവഹാരങ്ങൾ പൊതുവെ ശത്രുത, കലഹം, സഹകരണം, അനുകമ്പ എന്നിവയാണ്. ഇത് നമുക്ക് അറിയാം അല്ലേ. ഈ അംഗൻവാടിയുടെ കേസ് തന്നെ എടുത്താൽ നമുക്ക് അറിയാമല്ലേ. അവിടെ അടി ഉണ്ടായിരിക്കും. പിന്നെ അവർ നൂണിൽ ഫുഡ് ഷെയർ ചെയ്യും. പിന്നെ അവർക്ക് ചിലപ്പോൾ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവർ അവരുടെ ടോയ്സൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ശത്രുത ഉണ്ടായിരിക്കും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയാൽ ചിലപ്പോൾ തള്ളിയിടും ഒക്കെ ചെയ്യും അല്ലേ. പിന്നീടുള്ള ബാല്യം ഏത് ഘട്ടമാണ്? വിദ്യാലയ ഘട്ടമാണ് അല്ലേ. ഈ ഘട്ടത്തിൽ മറ്റു കുട്ടികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനും തുടങ്ങും അല്ലേ അവർ. സാമൂഹിക നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങും. വിദ്യാലയത്തിൽ പോകുമ്പോൾ തൊട്ട് അവർ സാമൂഹിക നിയമങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിൽക്കാല ബാല്യത്തിൻ്റെ അന്ത്യത്തോടെ കുട്ടികൾ സ്വലിംഗത്തിൽപ്പെട്ട കൂട്ടുകാരുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് ചുരുങ്ങുന്നു. ശരിയാണല്ലേ. പിൽക്കാല ബാല്യത്തിൻ്റെ അന്ത്യത്തോടെ അവരെന്ത് ചെയ്യും? അവരുടെ സ്വന്തം ബോയ്സിനോട് മാത്രം ഗേൾസിനോട് മാത്രമുള്ള അവർ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയം അവർ കൊണ്ടുവരും. ഗേൾസ് മാത്രമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളും ബോയ്സ് മാത്രമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളും അങ്ങനെ ഒരു ഇതിലേക്ക് അവർ ചുരുങ്ങിപ്പോകും. പിന്നീടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കൗമാരഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താൻ ഇഷ്ടപ്പെടുന്ന സംഘത്തിലെ ആളാകുന്നതിന് വേണ്ടിയിട്ട് സംഘമാനദണ്ഡങ്ങൾ വ്യക്തി പാലിക്കും. നേതൃത്വ ഗുണങ്ങൾ വളർത്തുന്ന ഘട്ടമാണ് കേട്ടോ ഈ കൗമാര സാമൂഹിക വികസന ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ സംഘങ്ങളുടെ ആദരവും സ്നേഹവും ആഗ്രഹിക്കും. ഉയർന്ന ശാരീരിക ശേഷിയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങൾ, സഹകരണ മനോഭാവം എന്നിവ കൂട്ടുകാരുടെ ഇഷ്ടപാത്രമാകാൻ
വളരെ സഹായകമായ ഘടകങ്ങളാണ് കേട്ടോ ഇവരിൽ. അവർക്ക് എന്തൊക്കെ ഉണ്ടാവും? ഉയർന്ന ശാരീരിക ശേഷിയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങളും സഹകരണ മനോഭാവം എന്നിവ എന്താണ് അവരുടെ കൂട്ടുകാരുടെ അവർക്ക് ഇഷ്ടമുള്ള ആളായിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശാരീരികക്ഷമതയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങളും സഹകരണ മനോഭാവവും ഒക്കെ കേട്ടോ. അപ്പോൾ അവർ ഈ കൗമാരഘട്ടത്തിൽ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ഇപ്പോൾ ഒരു സംഘം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആളാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവർ പെരുമാറാൻ ശ്രമിക്കും. പിന്നെ അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരും. ആ സമയത്ത് ആളാകാൻ വേണ്ടിയിട്ടൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരും. പിന്നെ അവരുടെ കൂട്ടുകാരുടെ ഇഷ്ടതയൊക്കെ പിടിച്ചു പറ്റാൻ, അവരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അവരുടെ ഉയർന്ന ശാരീരിക ശേഷിയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങളും പിന്നെ അവരുടെ സഹകരണ മനോഭാവം എന്നിവയൊക്കെ കേട്ടോ. പിൽക്കാല കൗമാരകാലം എന്നുണ്ട് 15 മുതൽ 19 വരെ സംഘപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനകളോടും സാമൂഹിക സംഘടനകളോടും താല്പര്യം പുലർത്തുന്നു. സഹകരണ മനോഭാവം വളരുന്ന ഘട്ടം. ഈ കാലഘട്ടത്തിലെ മുഖ്യ സവിശേഷത സൗഹൃദ ബന്ധങ്ങളുടെ വികസനമാണ്. കൗമാര കാലഘട്ടത്തിലെ സുഹൃത്ത് ബന്ധങ്ങളുടെ ദൈർഘ്യം മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന വൈയക്തിക ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? കായിക ഘടകം, മാനസിക ഘടകം, വൈകാരിക ഘടകം. ഇനി പരിസ്ഥിതി ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? കുടുംബം, വിദ്യാലയം, സമവായ സംഘം. അപ്പോൾ ഇത്രയൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. ഇതെന്താണ് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ നമ്മൾ പഠിക്കണമല്ലോ, അതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. സാമൂഹീകരണം എന്താണത്? സോഷ്യലൈസേഷൻ. സാമൂഹീകരണമാണ് വ്യക്തികൾക്ക് ആവശ്യമായ വിജ്ഞാനം, വൈദഗ്ധ്യം തുടങ്ങിയവ വളർത്തിയെടുത്ത് അവരെ പല സംഘങ്ങളിലേക്കും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും മികവുറ്റ അംഗങ്ങളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള സാമൂഹിക സാംസ്കാരിക കൈമാറ്റം സാമൂഹീകരണത്തിലൂടെ സംഭവിക്കുന്നു. ഈ പ്രക്രിയയിലുണ്ടാകുന്ന തകരാർ ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ കാരണമാകും. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട തരത്തിലായിരിക്കും. നമ്മോട് ബന്ധുത്വവും അധികാരവുമുള്ള ആർക്കും നമ്മോട് സാമൂഹീകരണം നടത്താം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സാമൂഹീകരണത്തിൻ്റെ കാരണഭൂതർ എന്നാണ് വിളിക്കുന്നത്. സമൂഹത്തെക്കുറിച്ച് അറിവുള്ള ആർക്കും സാമൂഹീകരണത്തിൻ്റെ കാരണക്കാരാവാം. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്: മുതിർന്ന വ്യക്തികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിങ്ങനെയുള്ളവർ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ സമപ്രായക്കാരായവരും സാമൂഹീകരണത്തിന് പങ്കുവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 90s കിഡ്സാണോ ജെൻസെഡ് അങ്ങനെയുള്ള കിഡ്സാണോ എന്നൊക്കെ ചോദിച്ച് ഏതാണ് ബെറ്റർ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ പണ്ടുള്ള 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല തലമുറയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾ വളരെ മോശം കുട്ടികളായിട്ടൊക്കെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. പണ്ടുള്ളതുപോലെ തന്നെ നല്ലതും ചീത്തയും ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് അധികം ഉണ്ടെന്നേ ഉള്ളൂ. അത് കുറേയൊക്കെ നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ എടുത്തു വരുന്ന മിസ്റ്റേക്സാണ്. നമ്മൾ പാരൻറ്റിങ്ങിൽ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സാണ് കുട്ടികൾ അങ്ങനെയൊക്കെ ആവാൻ കാരണം കേട്ടോ. ഞാനും ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോഴൊക്കെ കാണലുണ്ട്, ഓരോ വീഡിയോസും ഒക്കെ ആയിട്ട് കാണലുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അവർക്ക് നല്ലത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു അടിത്തറയാണ്. നമ്മുടെ മക്കൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് 4 ആളുകളുമായിട്ട് ഇടപഴകാൻ ആദ്യം പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ആദ്യം നമ്മൾ അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് കുടുംബത്തിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളവർ അവരുടെ മുതിർന്ന ആളുകൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്. ഇളയ കുട്ടി അവർ കാണുകയാണ്, അവരുടെ മൂത്ത ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് കാണുകയാണ്, അവരോട് സംസാരിക്കുന്ന രീതി, ഇതെല്ലാം കണ്ടിട്ടാണ് ഈ ചെറിയ കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെ കുടുംബം നല്ല രീതിയിൽ ഒരു ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോഴും ആ കുട്ടി ആ ഒരു ക്വാളിറ്റി കാണിക്കും. ഇല്ലാത്തവരെന്നല്ല പറയുന്നത്, നമ്മൾ അങ്ങനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബസ്സിലൊക്കെ പോണ സമയത്താണെങ്കിലും അങ്ങനെ കുട്ടികൾ കുറേ വാശി പിടിക്കുന്നത്, കുറേയൊക്കെ അവരുടെ പ്രായത്തിൻ്റേതാണെന്ന് പറയാം. പക്ഷെ ചില വേർഡ്സ് യൂസ് ചെയ്യുന്നത് അതൊക്കെ അവരെയല്ല കുറ്റം പറയുന്നത്, പക്ഷെ അവരുടെ കുടുംബത്തിൽ ആ പാരൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണത്. അവർ കാണിച്ചു കൊടുക്കുന്നതാണ് ആ കുട്ടികൾ അതേപോലെ കോപ്പി ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഒരു തലമുറ, ആ ഒരു തലമുറ പിന്നീട് വേറൊരു തലമുറയ്ക്ക് കൈമാറി കൊടുക്കുകയാണത്. അവരെന്താണോ പഠിച്ചു വെച്ചത് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുകയാണ്. അങ്ങനെ പോയി ഒരുപാട് വേരിയേഷൻസ് സംഭവിക്കും. അവരുടെ ഇവിടുന്ന് കൈമാറിയതും അവരുടെയും കൂടെ കൂട്ടിയിട്ടായിരിക്കും അടുത്ത ആൾക്ക് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ അത് മാറി ചിലപ്പോൾ
വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഇതിലേക്കൊക്കെ പോകും ഇനിയും വരുന്ന കാലഘട്ടത്തിൽ. ഇപ്പോൾ ഈ ഒരുപാട് പറയുന്നില്ലേ, ചെറിയ കുട്ടികളാണ് കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരുപാട് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ചിലപ്പം 10 വയസ്സും 14 വയസ്സുള്ള മക്കളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് അവരെ ശരിക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ പാരൻസിനെയാണ് ശരിക്കും കുറ്റം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊല്ലാൻ നടക്കുന്നതാണെങ്കിലും അല്ലാണ്ട് ഈ ലഹരി മരുന്നുകളൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിലും അത് ശരിക്കും എന്താണ്, നമ്മൾ പാരൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവരും പറയുക അങ്ങനെയല്ല, അച്ഛനും അമ്മയും കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ മക്കളെ നോക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മക്കളെ അറിയിക്കണം, എന്താണ് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നത് അങ്ങനെയൊക്കെ അറിയും. ഞാൻ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ജപ്പാനാണ് തോന്നുന്നു, അവിടെ എന്താണ് അവരുടെ മക്കളെ ഒരു ദിവസം ഇങ്ങനെ അവിടെ സ്കൂളിൽ തന്നെ ഇരുത്തിയിട്ട് അവരുടെ പാരൻസ് വർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ എന്താണ് അവരുടെ ക്ലാസ് റൂമിൽ എല്ലാവരെയും കൂടി ഇരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് അപ്പോൾ അവർക്ക് മനസ്സിലാവണം അവരുടെ പാരൻസ് എത്രത്തോളമാണ് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ വളർത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ നമ്മുടെ അടുത്ത് ഇത്രയേ ഉള്ളൂ എന്ന് തന്നെ പറഞ്ഞിട്ട് കുട്ടികളെ വളർത്തുക, അല്ലെങ്കിൽ എന്തായിരിക്കും പോകെ പോകെ വളരെ മോശമായി കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും പുറമെ പോയിട്ട് അവർ ചെയ്യുക എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടായാൽ നന്ന്. കുറേ പറഞ്ഞില്ല എന്തൊക്കെയോ, അങ്ങനെ പറഞ്ഞാൽ പോകും, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മെയിനായിട്ട് ഇച്ഛാഭംഗവും ആങ്സൈറ്റിയാണ് കേട്ടോ നോക്കിയത്. അത് രണ്ടുമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക് കേട്ടോ. സൈക്കോളജിയിൽ ഇതുവരെ ചോദിച്ചു കണ്ട സ്പെഷ്യൽ ടോപ്പിക്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഇതുവരെ അത് രണ്ടെന്നും ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ കിട്ടില്ല, അതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലും നമുക്കതൊക്കെ എഴുതാൻ കിട്ടും. പിന്നെ മുന്നേ ഞാൻ ഒരു സൈക്കോളജി ക്ലാസ് ഇട്ടിട്ടുണ്ട്, മറ്റേ ഇത് അഹം സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ടോപ്പിക് ഇട്ടത്. പിന്നെ ഇപ്പോൾ ഈ ടോപ്പിക്ക് കവർ ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഭിപ്രേരണ, അതൊക്കെയാണ്. ഞാൻ വരുന്ന ക്ലാസ്സിൽ അതൊക്കെ ഇടും. പിന്നെ ലാസ്റ്റ് സൈക്കോളജി കംപ്ലീറ്റ് ആയാലും ഞാൻ സൈക്കോളജിയിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ റാങ്ക് ഫയലിൽ നിന്ന് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇട്ടിട്ട് നമുക്ക് അതങ്ങ് തറവാക്കി വെക്കാം. കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് വിടാൻ പറ്റില്ല, 20 മാർക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഈ മലയാളമൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പഴയ ടച്ചിലേക്കാണ് പോയിട്ടുള്ളത്. ഈ തദ്ധിതം ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്, സമാസം, തദ്ധിതം, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോദിച്ച് കാണുന്നത്. അതൊക്കെ പഴയ ഇതാണ്, അത് തന്നെയാണ് ഇപ്പോൾ ചോദിച്ച് കാണുന്നത്. പിന്നെ മെയിനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുത്ത്, അതൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ അർത്ഥങ്ങൾ, പര്യായപദങ്ങൾ, വിപരീതം, പിന്നെ പ്രോവേർബ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മാർക്ക് ഷുവറാണ്. വേറൊന്നും അതിൽ വേറെ പുറത്തുനിന്നൊന്നും ചോദിക്കാനൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷിൽ ഞാൻ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതും. പിന്നെ മാത്സ് നമ്മൾ ചെയ്ത് നോക്കുക തന്നെ വേണം. മാത്സ് ഇപ്പോൾ ചോദിക്കുന്നത് SRT ലെവലൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ട്രിക്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഒരു ക്ലാസ്സിനെ പറ്റിയില്ല, നമ്മുടെ സമുദ്ര ജലപ്രവാഹങ്ങളെക്കുറിച്ചുള്ള ഒരു കോഡുള്ളത്. ആ സാറിൻ്റെ ക്ലാസ് സ്മാർട്ട് PSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. സ്മാർട്ട് PSC അതാണ് തോന്നുന്നു, അതുതന്നെയാണ്. അങ്ങനെ ഒരു ക്ലാസ്സാണ്. ആ സാറ് അതിൽ ഇങ്ങനെ 20 മിനിറ്റ് കൊണ്ട് പഠിക്കാം, 10 മിനിറ്റ് കൊണ്ട് പഠിക്കാം, അങ്ങനെയുള്ള ക്ലാസ്സസ് ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ കണ്ടാലും മതി, നമ്മൾ പണിയെടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കും. പിന്നെ ഈ PSC പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഇഷ്ടം പോലെ ക്ലാസ്സസ്സാണ്, നമ്മൾ അടിച്ചു കൊടുക്കുക വേണ്ടു, ഇഷ്ടംപോലെ ക്ലാസ്സസ് വരും. പക്ഷെ അതും നമുക്ക് എന്താണ് അപകടമാണ്. കാരണം ഒരുപാട് വാരി വലിച്ചിട്ട് പറയുന്നവരുണ്ട് കണ്ടന്റിന് വേണ്ടി. ഒരുപാട് എന്താണ് ഇപ്പോൾ ഭൂപ്രകൃതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട്, ഒരുപാട് കണ്ടന്റ് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ PSC ചോദിക്കുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്, അത് വളരെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കേരള ഭൂപ്രകൃതി ആണെങ്കിലും
നമ്മുടെ പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ SCERT ആണ് കേട്ടോ ചോദിക്കുന്നത്. ബയോളജി ഫുള്ള് SCERT ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ബയോളജി ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടേമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ. ഇങ്ങനെ പറഞ്ഞു പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല അല്ലേ, എന്നാലും പറയുകയാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാനസികമായ സംഘട്ടനം എന്ന് പറയുന്നത്. ഒരാൾ അയാളുടെ മനസ്സിനോട് അയാളോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അവിടെ സംഘട്ടനം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് പോവാം എന്ന് നമ്മൾ വിചാരിക്കും, അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ പോകണ്ട എന്നുള്ള ഒരുപാട് കാരണങ്ങൾ വരും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, പോകാനായിരിക്കും ആഗ്രഹം. പക്ഷേ നമ്മൾ തന്നെ ഒരുപാട് കാരണങ്ങൾ പോകണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. PSC പഠിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരും. ആ PSC പഠിക്കാം എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഇരിക്കുക. എന്ത് സമയവും ഒന്നും നോക്കരുത്. എപ്പോൾ ഇരിക്കാൻ തോന്നുന്നോ, എപ്പോൾ പഠിക്കാൻ തോന്നുന്നോ അപ്പോൾ പഠിക്കുക. പക്ഷേ പഠിക്കാൻ നമ്മൾ ചെന്ന് ബുക്ക് എടുത്ത് മൊബൈലൊക്കെ എടുത്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ മനസ്സ് എന്നാൽ കുറച്ച് നേരം മൊബൈൽ നോക്കാം, എന്നാൽ കുറച്ച് നേരം വല്ല മൊബൈലിൽ വല്ല കറണ്ട് അഫെയർ ക്ലാസ് എന്തെങ്കിലും കാണാം. ആ കറണ്ട് അഫെയർ ക്ലാസ് കുറച്ച് കാണും, പിന്നെ എന്തെങ്കിലും റീലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ കാണും. ഇതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. നമുക്കൊരു ആഗ്രഹം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന് എന്ത് ചെയ്യും, ആ ലക്ഷ്യത്തിനോട് നമ്മൾ അടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യരുത്, നമുക്കത് കിട്ടും. ഇപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് മോൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പോൾ പിന്നെ അത് മനസ്സിനെ വല്ലാണ്ട് അങ്ങ് സ്വാധീനിച്ച് പോയി, വല്ലാണ്ട് നമ്മൾ താഴത്തേക്കായിപ്പോയി. അതൊരിക്കലും ഉണ്ടാവരുത്. നമ്മളത് എങ്ങനെ നേടിയെടുക്കും തന്നെ വിചാരിക്കുക, എന്നിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ആ മാനസികമായിട്ടുള്ള പിരിമുറുക്കമൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കമൊക്കെ ഇപ്പോൾ PSC പഠിക്കുന്നവരിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെറിയൊരു കൗൺസിലിങ്ങൊക്കെ തേടാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അത്രയും നല്ല സൗഹൃദമുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക. അത്രയും നല്ല അടുപ്പുള്ള ആൾക്കാരോട്, അല്ലാത്തവരോട് പറഞ്ഞാൽ അവർക്ക് വെറും അതെന്തായിരിക്കും, അവരെ ഒരു കേട്ടിരിക്കാനൊരു കഥ അത്രയും ഉണ്ടാവുള്ളൂ. അത്രയും അടുപ്പുള്ള ആളുകളോടൊക്കെ പറയുക. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഇനി മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുറച്ച് കുറച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പുറമേ നിന്ന് നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കും. എന്തൊക്കെയാണത്? ആക്രമണം, ക്ഷീണം, സങ്കടാവസ്ഥ, ഏകാഗ്രതക്കുറവ്, ഓർമ്മക്കുറവ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ പറയുകയാണ് കേട്ടോ, ലൈഫിൽ ഒരു വട്ടം പോലും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു 25, 26, 27 ആ ഏജിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയായിരിക്കും നമ്മൾ കടന്നുകൊണ്ടുപോകും. നമുക്ക് ഈ ഇച്ഛാഭംഗവും ആങ്സൈറ്റിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോയിക്കൊണ്ടേ ഒരു സമയമാണ് ഈ ഒരു 25, 26, 27 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? സങ്കടം വരുന്ന സമയത്ത്, നമുക്കൊരു മാനസിക സമ്മർദ്ദം നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോടോ നമ്മുടെ കുട്ടികളോടോ ചിലപ്പോൾ വെറുതെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് അങ്ങോട്ട് പ്രിറ്റൻഡ് ചെയ്ത് ചെറിയ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് തള്ളുകയോ അല്ലെങ്കിൽ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വന്നിരിക്കും. പിന്നെ നമുക്ക് ഒരു ക്ഷീണം തോന്നും. സങ്കടാവസ്ഥ വരും, ഒരു ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥ വരും. ഏകാഗ്രതക്കുറവുണ്ടായിരിക്കും. നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മുഴുവനാക്കാനോ അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധ കൊടുക്കാനോ കഴിയില്ല. ഓർമ്മക്കുറവ്, ഒരു ബ്രെയിൻ ഫോഗ് പോലെ നമുക്ക് വരും. നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനാണോ പോയത്, നമ്മൾ അവിടെ എന്തിനപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ്? നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന കാണുമ്പോഴുള്ള സിംറ്റംസ് ആണ് കേട്ടോ. പക്ഷേ ഇത് കാണുന്ന എല്ലാപ്പോഴും മാനസിക സമ്മർദ്ദമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ ഒരു ടെൻഷനോ ഒരു കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ അത് കൂടി എന്ത് ചെയ്യും, നമുക്കതൊരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കത്തിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ അത് കൂടി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സിംറ്റംസൊക്കെ പ്രകടമാക്കുക കേട്ടോ. ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തേക്ക് കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അനാരോഗ്യമായ പെരുമാറ്റത്തിന് ഇത് കാരണമായേക്കാം.
അപ്പോൾ എന്താണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ മാനസിക ആരോഗ്യം കൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതെന്താണ്, അതിനെ വല്ലാണ്ട് മാനസികാരോഗ്യത്തെ വല്ലാണ്ട് എന്താണ് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. സ്ട്രെസ് ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ PSC പഠിക്കുന്ന വീട്ടമ്മമാരിൽ ഒരുപാട് സ്ട്രെസ് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതെന്താണ്, അത് നമ്മുടെ ആരോഗ്യത്തെ എന്താണ് വളരെയധികം ഭയങ്കര ബാഡായിട്ട് ബാധിക്കുന്ന എന്താണ് ഒന്നാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനോ അവരോട് നല്ല രീതിയിൽ പെരുമാറാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ് തന്നെയാണ് കേട്ടോ. ചിലവർക്ക് ഇപ്പം ഞാനത് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികളെ അങ്ങനെ എന്താണ് നമ്മൾ ഇതിൽ കാണുന്നതാണ് അല്ലേ, ഡെയിലി വാർത്തകളിലൊക്കെ കാണുന്നതാണ്. ഒരുപാട് അങ്ങനെ നവജാത ശിശുവിനെ അങ്ങനെ ഒക്കെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും പറയണം അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥേനെ ഒരുപാട് കുറ്റം പറയും. പക്ഷെ അങ്ങനെ അല്ലാണ്ട് സംഭവിക്കുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ അല്ലാണ്ട് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുക. അതൊക്കെ ഈ ഒരുപാട് സ്ട്രെസ് മൂലം വരുന്നവരാണ്. അല്ലാതെയും ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവരിൽ മാത്രമല്ല, അല്ലാണ്ടെയും ഈ പഠിക്കുന്ന കുട്ടികളിലും ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പാരൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറച്ച് സിംറ്റംസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 10th +1 +2 അതുപോലുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ കേട്ടോ, അങ്ങനെയെന്നല്ല, അതല്ലാണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരോട് തുറന്ന് സംസാരിക്കുക. ഈവൻ നമ്മുടെ ഹസ്ബൻഡിനോടാണെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു സിംറ്റംസ് അവർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വർക്ക് പ്രഷറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാണ്, നമ്മൾ അങ്ങനെ ഒരു തസ്തികയിലേക്കാണ് നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു പ്രതിയുടെ മാനസികാവസ്ഥ ഏതെല്ലാം രീതിയിൽ കൂടെ കടന്നു പോകും, അങ്ങനെയാണ് അയാൾ എന്താണ് ഒരു കുറ്റം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാട്ടോ ഇതൊക്കെ പറയുന്നത്. നമ്മളിതൊക്കെ പഠിക്കുന്നത് സൈക്കോളജിയിൽ അങ്ങനെ കാട് പറഞ്ഞു പോവും. അത് നമുക്ക് തിരിച്ചിതിലേക്ക് തന്നെ വരാം. അപ്പോൾ എന്താണ് സ്ട്രെസ്സ് നമുക്ക് എന്താണ് ഒരു അനാരോഗ്യമായിട്ടുള്ളൊരു പെരുമാറ്റത്തിന് കാരണമാവും. ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘടനകൾ തീക്ഷ്ണമായിരിക്കും. ഈ സംഘടനത്തിൽ വ്യക്തികൾ കാര്യക്ഷമത കാട്ടാതെ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. എന്താണ് ചില മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, അവർക്കുള്ളിൽ നടക്കുന്ന ഈ സംഘടനകൾ അവരെ കൊണ്ട് തന്നെ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ വ്യക്തികൾ എന്തായിരിക്കും ഒട്ടും ഒന്നും ചിന്തിക്കാതെ വളരെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിരിക്കും, എന്താണ് അവിടെ പ്രശ്നമുണ്ടെന്ന് അതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്യും. അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സമ്മർദ്ദത്തിൻ്റെ കാരണം അറിയുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അയാളെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് തന്നെ റിലീഫ് ആയതുപോലെ തോന്നും. അപ്പം എന്താണ് അതിൻ്റെ കാരണം അറിയണം. അപ്പോൾ തുറന്ന് സംസാരിച്ചാലാണ് കാരണം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തുറന്ന് സംസാരിക്കുക. പിന്നെന്താണ്, വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക. ഹോബികൾ കണ്ടെത്തുക. യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം. ഇത്രയാണ് കേട്ടോ ഇതിന് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളെ തന്നെ നമുക്ക് ആ മാനസിക സമ്മർദ്ദമാണ്, നമുക്കതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നവർക്കാണ് വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ ശ്രമിക്കാൻ പറ്റുക കേട്ടോ. പിന്നെ അതിൽ ഇത്തിരിയൊക്കെ റിക്കവറായി വരുന്നവർക്ക് ഹോബികൾ ഇനി അതിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹോബികൾ കണ്ടെത്താം. പിന്നെന്താണ്, യോഗ. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഒന്നും വേണ്ട, യോഗയൊന്നും ചെയ്തില്ല എന്നെങ്കിലും രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാമൊക്കെ ചെയ്തിട്ട് ഒന്ന് നടക്കാൻ പോവേ. രാവിലെ കുറച്ച് നേരം മറ്റുള്ളവരുടെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ആരെയും ഒന്നിനെ ആശ്രയിക്കേണ്ട, നമ്മൾ നടന്നു പോവുക. നമ്മൾ കുറച്ച് നേരം അങ്ങനെ നടക്കുക, പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ നടക്കുക, തിരിച്ച് വരിക. അപ്പോൾ തന്നെ നമ്മളൊന്ന് റിലീഫാവും. ആ സമയത്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ മാനസിക സമ്മർദ്ദം വരെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ പറയുന്നതൊന്നും സ്വീകാര്യമായിരിക്കണം എന്നില്ല. ഇനി നോക്കൂ, സമ്മർദ്ദപൂരിതമായ ആധുനിക ജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നയിക്കാൻ പഠിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ
എവിടെ തിരിഞ്ഞാലും സ്ട്രെസ്സേ ഉള്ളൂ അല്ലേ, എവിടെ തിരിഞ്ഞാലും സ്ട്രെസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിൽ എന്താണ് ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലി എന്താണ് നയിക്കാൻ പഠിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്താണ് ഒരുപാട് ചിലവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറയണ കേൾക്കാട്ടോ, ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്താണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനസ്സിനെ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുക. PSC ഒക്കെ നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ, നല്ല രീതിയിൽ പഠിക്കുക, ഒട്ടും പിന്നിക്ക് പോകാണ്ടിരിക്കുക, മടുപ്പ് തോന്നാണ്ടിരിക്കട്ടെ ആർക്കും. പഠിച്ച് അങ്ങനെ മടുപ്പ് തോന്നാണ്ടിരിക്കട്ടെ. നമ്മൾ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ജോലി ഇരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതുമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് ഉത്കണ്ഠ, എന്താണത്? ആങ്സൈറ്റി അല്ലേ. സംഭവിക്കാൻ സാധ്യതയുള്ള 2 അഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ച് ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണത്. എന്താണ്? നമുക്ക് ഇത് ഇങ്ങനെ സംഭവിക്കും, അപ്പം തന്നെ നമുക്ക് തോന്നും ഇല്ല അത് അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുക, ഇങ്ങനെയുള്ളൊരു എന്താണ് ഒരു ചിന്ത നമ്മളിങ്ങനെ വരികയാണ്, അങ്ങനെയാവും ഇങ്ങനെയാവും, അത് രണ്ടും നമ്മൾ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥേനെയാണ് എന്താണെന്ന് പറയുന്നത് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഇനി വരുമോ വരില്ലേ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാണ്ട് വരുമോ, അവരെന്നെ കൂട്ടാണ്ടിരിക്കുകയോ, അങ്ങനെ ഒരു തരം നമ്മൾ തന്നെ നമ്മളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ തന്നെ നമ്മളെന്താണ് വല്ലാണ്ട് കുഴപ്പിക്കുന്നൊരവസ്ഥയാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന നിസ്സഹായ അവസ്ഥയാണ്. അയാൾക്ക് എന്താണ് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയില്ല. ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അയാളെങ്ങനെ ലൈഫ് വെച്ച് മുന്നോട്ട് പോകും അല്ലേ. ഇനി നോക്കൂ, അതിൻ്റെ കുറച്ച് സിംറ്റംസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷാദഭാവം, മനോനിലയിലെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം തുടങ്ങിയവയാണ് ഈ ആങ്സൈറ്റി ഉള്ളവരുടെ പ്രകടിത രൂപങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു വിഷാദഭാവമായിരിക്കും. പിന്നെ എന്താണ്, അവരുടെ മനോനില അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ്, അവർക്ക് ഉറക്കമുണ്ടാവില്ല. പിന്നെന്താണ്, പെട്ടെന്ന് എടുത്തടിച്ച പോലെ അവർക്ക് ദേഷ്യം വരും. പിന്നെന്താണ്, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടൊക്കെ എന്തായിരിക്കും അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത തരത്തിൽ അവർ നമ്മളോട് തിരിച്ച് റിയാക്ട് ചെയ്തു എന്നൊക്കെ വരും. ഇതൊക്കെ എന്താണ് ഈ ആങ്സൈറ്റി ഉള്ളവരുടെ ഒരു സിംറ്റമാണ് കേട്ടോ. ഇതൊക്കെയുള്ള എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. ഇനി നോക്കൂ, ഭയം, അസ്വസ്ഥത എന്നിവയാണ് ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ. അപ്പോൾ ഭയവും അസ്വസ്ഥതയും ഉണ്ടാവും. അതങ്ങനെ നടക്കുമോ, അപ്പോൾ അതൊരു ഭയം. ഇനി അങ്ങനെ നടക്കില്ലേ, അങ്ങനെ നടക്കുമോ, ഒരു അസ്വസ്ഥത, എന്താവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയല്ല എന്താവും എന്നറിയാനുള്ള ഒരു ത്വര, അതാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വലിക്കുകയാണ്. ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് അസുഖങ്ങൾക്കും അപസമായോജനത്തിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഉത്കണ്ഠ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ വരും. ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് പാനിക് ഡിസോർഡർ, ഫോബിയകൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഈ ആങ്സൈറ്റി ഇങ്ങനെ കൂടുന്നത് പോലെ എന്താണ് നമുക്ക് ചിലപ്പോൾ പാനിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ്, ചിലതരം ഫോബിയകളൊക്കെ ഉണ്ടാകാനുള്ള കാരണമായേക്കാം. ഉത്കണ്ഠ ഉള്ളവരിൽ അമിതമായ ക്ഷീണം, ക്ഷോഭം, പാനിക് ആക്രമണങ്ങൾ, പിന്നെന്താണ് ഭ്രമാത്മകത, ഏകാഗ്രതയില്ലായ്മ, വിശ്രമമില്ലായ്മ, ഉറക്ക അസ്വസ്ഥതകൾ, വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. അപ്പോൾ എന്താണ്, അവർ ഈ ആങ്സൈറ്റി കൂടുതലുള്ളവരിൽ എന്താണ് അമിതമായിട്ടുള്ള ക്ഷീണമുണ്ടായിരിക്കും. പിന്നെന്താണ്, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ അവർ ചെറുതായിട്ട് പെട്ടെന്ന് ആക്രമിക്കും. പിന്നെന്താണ്, അവരെ ഒരു സാങ്കല്പിക ലോകത്തിലായിരിക്കും. അവരങ്ങനെ ചിന്തിച്ച് കൂട്ടും, അങ്ങനെ ആയിരിക്കും, അങ്ങനെ അവരെന്താണ് അവരെ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ച് അവരുടേതായിട്ടുള്ള ഇതിലിരിക്കും. പിന്നെന്താണ്, ഏകാഗ്രത അവർക്കൊരു കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിന് അവർക്ക് എന്താണ് ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല. പിന്നെ അവർക്ക് എന്താണ് വിശ്രമം ഉണ്ടാവില്ല. പിന്നെന്താണ്, ഉറക്കാസ്വസ്ഥതകൾ ഉണ്ടാവും, ഉറങ്ങാൻ അവർക്ക് കഴിയില്ല. ഇതൊക്കെ എന്താണ് വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. വൈകാരികമായിട്ടുള്ള ആങ്സൈറ്റികളും എന്താണ് ഇവരിൽ കണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് ഈ ആങ്സൈറ്റി ഉള്ളവരുടെ സിംറ്റംസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തും. ശരിയാണ് അല്ലേ. ഈ ആങ്സൈറ്റി ഉള്ള ഒരാൾ എന്തായിരിക്കും, മറ്റുള്ളവർക്കും എന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കും. അയാളും സ്വയമേ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്നു. അയാൾ എന്താണ് സെൽഫായിട്ട് അയാളെ തന്നെ ഒറ്റപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. വൈകാരികമായും ശാരീരികമായും മാനസികമായും തളർച്ചയിലേക്ക് നയിക്കും. നമുക്കെന്താണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ
മെൻ്റലി നമ്മൾ വീക്കായിരിക്കും. നമ്മൾ ആ മെൻ്റലി വീക്ക് ആയതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും, നമ്മൾ ബോഡി ഓട്ടോമാറ്റിക്കലി വീക്കായി പോവും അല്ലേ. പിന്നെന്താണ് നമ്മുടെ എന്താണ് ഇമോഷൻസും എല്ലാം വീക്കായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്, നമുക്കൊക്കെ നോക്കാം. എന്തൊക്കെയാണ്? ബിഹേവിയറൽ തെറാപ്പി, മെഡിറ്റേഷൻ, വ്യായാമം ചെയ്യൽ, വായന, സാമൂഹികവത്കരണം, ആത്മീയത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങളിൽ പെടുന്നത് ഏത്, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിരിക്കണേ. അക്കാദമികേതര പ്രവർത്തനങ്ങളിലൂടെയും സ്വതന്ത്രമായി ഇടപെടുക്കാനുള്ള സാഹചര്യങ്ങളിലൂടെയും ആങ്സൈറ്റി ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഓരോരോ പറഞ്ഞില്ലേ, ചിലപ്പോൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനൊക്കെ ശ്രമിച്ചിട്ട് എന്താണ് മറ്റുള്ളവരോട് നല്ല ഫ്രീ ആയിട്ട് എന്താണ് ബിഹേവ് ചെയ്യുന്ന ഇടപഴകുന്നതിലൂടെയൊക്കെ എന്താണ് നമുക്ക് ആങ്സൈറ്റി ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നോക്കൂ, വ്യക്തിയും സമൂഹവും. സമൂഹത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത് അല്ലേ. സാമൂഹ്യ വികാസം എന്നാൽ സാമൂഹ്യ വ്യവഹാരത്തിൻ്റെ വികാസമാണ്. സമൂഹത്തിനിണങ്ങുന്ന വിധത്തിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഇതിനെ സാമൂഹീകരണം എന്നും പറയാം. ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതിയിട്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതിയേ. ഓരോ വ്യക്തിയിലും അഭിലഷണീയമായ രീതിയിൽ സാമൂഹ്യ വികാസം നടക്കുമ്പോഴാണ് സമൂഹത്തിനിണങ്ങുന്ന വിധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്. നിരന്തരവും സ്വാഭാവികവുമായ പ്രക്രിയയിലൂടെ സാമൂഹ്യ വികാസം നടക്കും. വ്യക്തിയുടെ സാമൂഹിക വികാസത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? കുടുംബമുണ്ടായിരിക്കും, വിദ്യാലയം, സമൂഹം, സമവയ സംഘങ്ങൾ, വർത്തമാന മാധ്യമങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഒരു വ്യക്തിയുടെ സാമൂഹ്യ വികാസത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുടുംബം ഒരു ഘടകമാണ്, വിദ്യാലയം അതെ, സമൂഹം സമവയ സംഘങ്ങൾ, വർത്തമാന മാധ്യമങ്ങൾ. അപ്പോൾ ഇത്രയും ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. ശൈശവത്തിലെ സാമൂഹ്യ വികസനം. ജനന സമയത്തെ വ്യവഹാരം സാമൂഹിക പൂർവ്വ വ്യവഹാരം എന്നാണ് അറിയപ്പെടുന്നത്. ജനന സമയത്തെ വ്യവഹാരം എന്താണ്? സാമൂഹിക പൂർവ്വ വ്യവഹാരം എന്നാണ് അറിയപ്പെടുന്നത്. 1 മാസം പ്രായമാകുമ്പോൾ ചുറ്റുമുള്ള മുതിർന്ന വ്യക്തികളുടെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സാമൂഹിക വ്യവഹാരം ആരംഭിക്കുന്നു. ഇത് പറഞ്ഞത് ആരാണ്? ഷേർലി ആണ് കേട്ടോ. ഈ ഷേർലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റാണ്. സാമൂഹിക പ്രകൃതി വികാസഘട്ടങ്ങളൊക്കെ നിർദ്ദേശിച്ച ഒരു സൈക്കോളജിസ്റ്റാണ് ഷേർലി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പറഞ്ഞത് സാമൂഹിക പ്രവൃത്തി വികാസഘട്ടത്തെക്കുറിച്ച് നിർദ്ദേശിച്ചത് ആരാണ്? ഷേർലി എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് കേട്ടോ. ഓർത്തിരിക്കണേ. ഇവർ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ പ്രീ സോഷ്യൽ ബിഹേവിയർ, ഈ ജനന സമയത്ത് ആരംഭിച്ചിട്ട് ആദ്യ മാസങ്ങളിൽ കാണപ്പെടുന്ന ഈ വ്യവഹാരത്തെയാണ് ഈ പ്രീ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വേറെ ഈ മാതാവിനോടുള്ള പ്രത്യേക ആസക്തി, അതൊക്കെ അതൊക്കെ പറഞ്ഞതാരാണ്? ഈ ഷെർലി എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് കേട്ടോ. 2-ാം മാസത്തിൽ കുട്ടി അമ്മയെ തിരിച്ചറിയുന്നു. അനുകരണം, സംഭ്രമം, ലജ്ജ, ശത്രുത, വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അഭിവാജ്ഞ, ഒക്കെ ആദ്യകാലത്തെ സാമൂഹ്യ വ്യവഹാര രൂപങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? അനുകരണം, സമ്പർഭം, ലജ്ഞ, ശത്രുത, വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അഭിവാജ്ഞ, ഇതൊക്കെ എന്തുതന്നെയാണ്? ഈ പ്രീ സോഷ്യൽ ബിഹേവിയറിൻ്റെ രൂപങ്ങളാണ് കേട്ടോ. ഇത് നോക്കൂ, ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വികസനം. മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിലും കളികളിലും ഏർപ്പെടാനും പഠിക്കുന്ന ഘട്ടമാണ് ഈ ആദ്യകാല സാമൂഹ്യ വികസനം കേട്ടോ. ബാല്യത്തിലെ വികസനത്തിൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും പഠിക്കുന്ന ഘട്ടമാണത്. 4 വയസ്സാകുന്നത് മുതൽ സഹകരണ മനോഭാവവും സൗഹൃദവും വളരുകയും മുതിർന്നവരുടെ അംഗീകാരം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശരിയാണല്ലോ, നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. 4 വയസ്സ് മുതലാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ നമ്മൾ അംഗൻവാടിയിലൊക്കെ വിടുന്ന സമയമാണ്. അപ്പോൾ മറ്റുള്ളവരോടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും ഒക്കെ പിന്നെ അവർക്ക് എപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേണ്ടി വരും.
ഈ അംഗൻവാടിയിലൊക്കെ പോകുന്ന സമയത്ത് കാണാം ഈ കുട്ടികളൊക്കെ എപ്പോഴും ടീച്ചറേ 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 എന്ന് വിളിച്ചിട്ട് തൂങ്ങുന്ന കാണാം അല്ലേ. അപ്പോൾ അവർക്ക് എപ്പോഴും എന്താണ് അവരുടെ ഒരു അറ്റൻഷൻ വേണം, മുതിർന്നവരുടെ ഒരു അറ്റൻഷനും ഒരു അപ്രിസിയേഷനും ഒക്കെ വേണ്ട ഒരു സമയമാണ് ഈ ആ പഠിക്കുന്ന എന്താണ് അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് കേട്ടോ അതെന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലെ സാമൂഹ്യ വ്യവഹാരങ്ങൾ പൊതുവെ ശത്രുത, കലഹം, സഹകരണം, അനുകമ്പ എന്നിവയാണ്. ഇത് നമുക്ക് അറിയാം അല്ലേ. ഈ അംഗൻവാടിയുടെ കേസ് തന്നെ എടുത്താൽ നമുക്ക് അറിയാമല്ലേ. അവിടെ എന്താണ് അടി ഉണ്ടായിരിക്കും, പിന്നെന്താണ് അവർ നൂണിൽ ഫുഡ് ഷെയർ ചെയ്യും, പിന്നെ അവർക്ക് ചിലപ്പോൾ എന്താണ് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവർ അവരുടെ ടോയ്സൊക്കെ ഷെയർ ചെയ്യും, പിന്നെന്താണ് ശത്രുത ഉണ്ടായിരിക്കും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയാൽ ചിലപ്പോൾ തള്ളിയിടും ഒക്കെ ചെയ്യും അല്ലേ. പിന്നീടുള്ള ബാല്യം ഇതിലേക്കാണ് ഏത് ഘട്ടമാണ്? വിദ്യാലയ ഘട്ടമാണ് അല്ലേ. ഈ ഘട്ടത്തിൽ മറ്റു കുട്ടികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനും തുടങ്ങും അല്ലേ അവർ. പിന്നെന്താണ് സാമൂഹിക നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങും. വിദ്യാലയത്തിൽ പോകുമ്പോൾ തൊട്ട് എന്താണ് അവർ സാമൂഹിക നിയമങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിൽക്കാല ബാല്യത്തിൻ്റെ അന്ത്യത്തോടെ കുട്ടികൾ സ്വലിംഗത്തിൽപ്പെട്ട കൂട്ടുകാരുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് ചുരുങ്ങുന്നു. എന്താണ് ശരിയാണല്ലേ. പിൽക്കാല ബാല്യത്തിൻ്റെ അന്ത്യത്തോടെ അവരെന്ത് ചെയ്യും, അവരുടെ സ്വന്തം എന്താണ് ബോയ്സിനോട് മാത്രം ഗേൾസിനോട് മാത്രമുള്ള എന്താണ് അവർ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയം എന്താണ് അവർ കൊണ്ടുവരും. ഗേൾസ് മാത്രമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളും ബോയ്സ് മാത്രമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളും എന്താണ് അങ്ങനെ ഒരു ഇതിലേക്ക് അവർ ചുരുങ്ങിപ്പോകും. പിന്നീടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കൗമാരഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് താൻ ഇഷ്ടപ്പെടുന്ന സംഘത്തിലെ ആളാകുന്നതിന് വേണ്ടിയിട്ട് സംഘമാനദണ്ഡങ്ങൾ വ്യക്തി പാലിക്കും. നേതൃത്വ ഗുണങ്ങൾ വളർത്തുന്ന ഘട്ടമാണ് കേട്ടോ ഈ കൗമാര സാമൂഹിക വികസന ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ സംഘങ്ങളുടെ ആദരവും സ്നേഹവും ആഗ്രഹിക്കും. ഉയർന്ന ശാരീരിക ശേഷിയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങൾ, സഹകരണ മനോഭാവം എന്നിവ കൂട്ടുകാരുടെ ഇഷ്ടപാത്രമാകാൻ വളരെ സഹായകമായ ഘടകങ്ങളാണ് കേട്ടോ ഇവരിൽ. അവർക്ക് എന്തൊക്കെ ഉണ്ടാവും? ഉയർന്ന ശാരീരിക ശേഷിയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങളും സഹകരണ മനോഭാവം എന്നിവ എന്താണ് അവരുടെ കൂട്ടുകാരുടെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ആളായിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശാരീരികക്ഷമതയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങളും സഹകരണ മനോഭാവവും ഒക്കെ കേട്ടോ. അപ്പോൾ എന്താണ് അവർ ഈ കൗമാരഘട്ടത്തിൽ എന്ത് ചെയ്യും, അവർക്ക് എന്താണ് അവരുടെ ഇപ്പോൾ ഒരു സംഘം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ആളാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യും അവർ പെരുമാറാൻ ശ്രമിക്കും. പിന്നെന്താണ് അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരും. ആ സമയത്ത് ആളാകാൻ വേണ്ടിയിട്ടൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരും. പിന്നെന്താണ് അവരുടെ കൂട്ടുകാരുടെ ഇഷ്ടതയൊക്കെ പിടിച്ചു പറ്റാൻ, അവരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അവരുടെ ഉയർന്ന ശാരീരിക ശേഷിയും ബുദ്ധികൂർമ്മതയും താല്പര്യങ്ങളും പിന്നെന്താണ് അവരുടെ സഹകരണ മനോഭാവം എന്നിവയൊക്കെ കേട്ടോ. പിന്നെന്താണ് പിൽക്കാല കൗമാരകാലം എന്നുണ്ട് 15 മുതൽ 19 വരെ സംഘപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനകളോടും സാമൂഹിക സംഘടനകളോടും താല്പര്യം പുലർത്തുന്നു. സഹകരണ മനോഭാവം വളരുന്ന ഘട്ടം. ഈ കാലഘട്ടത്തിലെ മുഖ്യ സവിശേഷത സൗഹൃദ ബന്ധങ്ങളുടെ വികസനമാണ്. കൗമാര കാലഘട്ടത്തിലെ സുഹൃത്ത് ബന്ധങ്ങളുടെ ദൈർഘ്യം മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന വൈയക്തിക ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? കായിക ഘടകം, മാനസിക ഘടകം, വൈകാരിക ഘടകം. ഇനി പരിസ്ഥിതി ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? കുടുംബം, വിദ്യാലയം, സമവായ സംഘം. അപ്പോൾ ഇത്രയൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. ഇതെന്താണ് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ നമ്മൾ പഠിക്കണമല്ലോ, അതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. സാമൂഹീകരണം എന്താണത്? സോഷ്യലൈസേഷൻ. സാമൂഹീകരണമാണ് വ്യക്തികൾക്ക് ആവശ്യമായ വിജ്ഞാനം, വൈദഗ്ധ്യം തുടങ്ങിയവ വളർത്തിയെടുത്ത് അവരെ പല സംഘങ്ങളിലേക്കും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും മികവുറ്റ അംഗങ്ങളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള സാമൂഹിക സാംസ്കാരിക കൈമാറ്റം സാമൂഹീകരണത്തിലൂടെ സംഭവിക്കുന്നു. ഈ പ്രക്രിയയിലുണ്ടാകുന്ന തകരാർ ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ കാരണമാകും. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട തരത്തിലായിരിക്കും. നമ്മോട് ബന്ധുത്വവും അധികാരവുമുള്ള ആർക്കും നമ്മോട് സാമൂഹീകരണം നടത്താം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സാമൂഹീകരണത്തിൻ്റെ കാരണഭൂതർ എന്നാണ് വിളിക്കുന്നത്. സമൂഹത്തെക്കുറിച്ച് അറിവുള്ള ആർക്കും സാമൂഹീകരണത്തിൻ്റെ കാരണക്കാരാവാം. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്: മുതിർന്ന വ്യക്തികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിങ്ങനെയുള്ളവർ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ സമപ്രായക്കാരായവരും സാമൂഹീകരണത്തിന് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഇച്ഛാഭംഗം, ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഞാനൊരു സൈക്കോളജി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഹം, സൂപ്പർ ഈഗോ, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി പാർട്ടാണ്. അപ്പോൾ അത് കാണാത്തവർ അത് കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല അല്ലേ, എന്നാലും പറയുകയാണ്.
ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് കാണാം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക്